ഇത് ഏത് സ്ഥലവാ? മാറ്റാത്തൊടി. എന്താ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല, ഞാനൊന്ന് ബ്രേക്ക് ഇട്ടതാ. നിങ്ങൾ എന്താണ് ഉമ്മ തൈര് കടയണ? ഇത് തലയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിച്ചാൻ ഡ്രൈവിംഗ് മാത്രം പഠിച്ചാ പോരാന്ന്, പിന്നെ നീന്താൻ കൂടെ പഠിച്ചണോന്ന്. കുളത്തിലായത് നന്നായി, വല്ല കടലിലോ മറ്റോ ആയിരുന്നെങ്കിൽ. നിസ്കാരവും കഴിഞ്ഞ് ബിരിയാണിയും തിന്ന് പോയതാണ് ബ്രേക്ക് ചവിട്ടാന്. ചവിട്ടേണ്ട കുഴപ്പമില്ല ഉമ്മ, ബ്രേക്ക് പോരാന്നല്ലേ ഇല്ല. ആരോ ഓണടിക്കുന്നുണ്ടല്ല. ഉമ്മ എന്താന്ന് വിചാരിച്ചു ഞാനാ ഹോൺ അടിച്ചത്? എന്താ സുഖമില്ലേ? ഫുൾ ചെക്കിംഗ്, പിന്നെ ട്യൂണിങ്ങും ഗിയർ ബോക്സിന്റെ പണി. മുതലാളി നാളെ വരും. ഫുൾ ചെക്കിങ്ങും ഹാഫ് ചെക്കിങ്ങും ഒക്കെ ഇനി 56 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ കുറച്ചു ദിവസം ലീവില്ല. ലീവോ? എന്ത് ലീവ്? മിലിറ്ററി ലീവ്. ഞാനൊന്ന് അതിർത്തി വരെ പോവാടോ. നോക്ക്, താക്കോല് വാങ്ങാതെ ആ ദിവസം പോയത്. ചെയ്യുന്ന പണിക്ക് ഇത്തിരി കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാ മുതലാളി വണ്ടി ഇവിടെ തരുന്നത്, അല്ലാതെ വേറെ വർക്ക്ഷോപ്പ് ഇല്ലാത്തതുകൊണ്ടല്ല. ആനക്ക് വേറെ വർഷാപ്പ് ആകും, പക്ഷേങ്കി എനക്കോ ഒന്നേ ഉള്ളു. കൈപ്പുണ്യം എല്ലാ ഐസും ഉണ്ടാവൂ ചന്ദിര. ആ പോയ പോക്ക് കണ്ടാ, ഓനെ ഇനി 56 ദിവസം കജ്ജാണ്ട് ഉമ്മാക്ക് പോലും കിട്ടൂല. ഓ, എത്തിയോ? എവിടെയായിരുന്നു ഇതുവരെ? ഞങ്ങളൊരു കലക്ക് ഉഗ്രൻ ഷോപ്പിംഗ്. അമ്മായിക്കുള്ള പട്ടുസാരി മുതൽ അമ്മാവനുള്ള ഹെയർ ഡൈ വരെ ഇതിനകത്തുണ്ട്. അതിർത്തി കിടക്കുന്ന ഉണ്ണി വർഷത്തിൽ ഒരിക്കൽ ലീവിന് വരുന്നത് സമ്മതിക്കാം. ഈ വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് കിടക്കുന്ന നീ ഇതെവിടെയായിരുന്നില്ല ഇത്രയും കാലം? അതെ, മനസ്സറിഞ്ഞ് വിളിച്ചാ കുട്ടി ദിവസം കേൾക്കും അല്ലേ? അതെ, പക്ഷെ മനസ്സറിഞ്ഞ് വിളിക്കണം, ദൂക്കില് വിളിയാകരുത്. അല്ലാ ബാങ്ക് കൊടുത്ത് ഒന്ന് ഈ നിസ്കരിക്കണം. ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് നിന്നോട് ബഹുമാനമാ. എവിടെയായിരുന്നാലും നിസ്കാരം മുടക്കത്തില്ലല്ലോ. അതൊക്കെ ദൈവത്തിനെ മണിയടിക്കുന്നതല്ലേ അമ്മായി. കുരുത്തക്കേടുകൾ ഒരുപാട് കാണിക്കുന്നവര് മുടങ്ങാതെ ദൈവത്തിനെ വിളിച്ചോണ്ടിരിക്കണം അല്ലേ? ഡേ, ഇതിനുള്ള മറുപടി നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറയാം. എവിടെ ഒന്ന് നിസ്കരിക്കുക? അയാള് ലോറി തട്ടി മരിച്ച നടത്തര ഉണ്ണി. ഇതായി പേപ്പറിലുണ്ട്. നാട്ടുകാരാണത്ര അയാൾ ആസ്പത്രിയിലാക്കിയത്. നാട്ടുകാരോ? ആ, ആക്സിഡന്റ് ആണെന്ന് ആരാ പറഞ്ഞ? പത്ര അത് ആക്സിഡന്റ് എന്നാ പറയണത്. പക്ഷേ നാട്ടുകാരാണ് അയാൾ ആസ്പത്രിക്ക് അടുത്ത് ഓടിയെന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. ഇതിലൊക്കെ എത്രയേ ഉള്ളൂ, എന്തും വകതിരിവോടെ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരായി ഈ പത്രക്കാർ. അവര് കള്ളത്തരം എഴുതിയാലും അത് സത്യ. മെനക്കെട്ടത് മച്ചം നിന്റെ പേര് പോലും ഇല്ല. ഇതാണ് സത്യമെന്ന് അവരങ്ങനെ വിളിച്ചു പറയണ്ട. നിങ്ങളുടെ സ്വന്തം ലേഖന് തലയ്ക്ക് പിരാന്ത. ലോറി തട്ടി വീണ് നാട്ടുകാരെ ആശുപത്രിയിലാക്കി ഇത്ര ഭംഗിയായി സത്യം പറയാൻ അയാളാണോ മരിച്ച കുമാരേട്ടൻ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആ സാധ്യത തള്ളിക്കളയുന്നില്ലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. എങ്കിൽ നിങ്ങളെ തള്ളിക്കളയണം. ഞാനാണ് ആ കുമാരേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിച്ച്. കൈ കാണിച്ചിട്ട് പല മാന്യന്മാരും വണ്ടി നിർത്തിയില്ല. ഒടുവിൽ കിട്ടിയത് ട്രാക്ടറാണ്. ഒരു കാറ് കിട്ടിയിരുന്നെങ്കിൽ അത്രയെങ്കിലും ചോര ശരീരത്ത് ബാക്കി നിൽക്കുമായിരുന്നു. ആ ചോരയുടെ മണം ഇപ്പോഴും എന്റെ വിരലുണ്ട്. ഇറ്റ് വാസ് എ ബ്രൂട്ടൽ മർഡർ ഇൻ കോൾഡ് ബ്ലഡ്. യു നോ ദാറ്റ്? ഇത് പത്രം എന്ന് പറയുന്ന സാധനമാണെങ്കിൽ അതായത് അതാണ് സത്യം. അല്ല, ഇതെടുത്ത് ആശ്രമം തുടക്കുന്ന ടിഷ്യൂ പേപ്പർ ആക്കരുത്. ഏയ്, നിങ്ങളുടെ പേരെന്താ? ഇപ്പോഴെങ്ങനെ ഈ പത്രക്കാർക്ക് സത്യം എഴുതാനും അറിയാന്നുള്ള ഇപ്പൊ മനസ്സിലായില്ലേ? മരിച്ചത് അടുത്ത നാട്ടുകാരാണെങ്കിലും കൊന്ന് നമ്മുടെ ഓർമ്മയിട്ടിട്ട് അത് മറക്കരുത്. ഈ കുമാരേട്ടനെ അറിയുന്നവർക്ക് ആ വേദന മനസ്സിലാവും. മോന്റെ പേരാണല്ലോ പത്രത്തില്. അച്ചോട്ടിന് നന്ദിയുണ്ട്. ആ പുണ്യം മോന് കിട്ടും. ഞാൻ അച്ചോട്ടിനെ കാണാൻ വന്ന. ബൈക്കിൽ കയറാൻ പേടിയുണ്ടോ? പേടി ഉണ്ടെങ്കിലും അച്ചോട്ടൻ കയറും. ചാത്തു, ആ മുറവും കൊട്ടെടുത്ത് ഒന്ന് അകത്തേക്ക് വെച്ച. ശരി, നിക്കട്ടെ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. MSc ഗോൾഡ് മെഡൽ. എനിക്കറിയാം, കുമാരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ കിടക്ക. പോലീസൊന്നുമല്ല, അച്ഛന്റെ സ്നേഹിതനാ ഒരു ഉണ്ണി. ഇത് തിരിച്ചു തരാനും അമ്മയെ ഒന്ന് കാണാനും കൂടി വന്നതാണ്. ഈ പണം ഇപ്പൊ നിങ്ങൾക്കൊരു സഹായമാവും. ഇതൊരു കടമാണ്. കുമാരേട്ടനിൽ നിന്നും ഞാൻ വാങ്ങിച്ച കടം. ഇത്തവണ നാട്ടിൽ വന്നാൽ ഇത് തിരിച്ചു തരണമെന്നും കുമാരേട്ടനോടൊപ്പം 1-2 ദിവസം കൂടണമെന്നൊക്കെ കരുതിയതാണ്. നടന്നില്ല, സാധിച്ചില്ല.
എങ്കിലൊരു ഭാഗ്യമുണ്ടായി. വഴിയിൽ അവശനായി കിടന്ന കുമാരേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. കെട്ടിയ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് ഓടുമ്പോൾ കുമാരേട്ടന് ഞാൻ ഇത്തിരി വെള്ളം കൊടുത്തിരുന്നു. മോൾ അമ്മയെ അകത്തുപോയി കിടന്നു. അമ്മ വരൂ. പത്രം വായിച്ചിരിക്കും. അതിൽ ആദ്യം വന്ന റിപ്പോർട്ടും രണ്ടാമത് വന്ന റിപ്പോർട്ടും വായിച്ചു കാണും. വായിച്ചു. അങ്ങനെയാണെങ്കിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? എന്നാലേ ഇവരൊക്കെ ഒന്ന് ഉണരൂ. ശരിയായ വഴിക്ക് ചെല്ലേണ്ടത് ചെന്നാൽ ഏത് കസേര ഒന്നിളകും. എന്താ ഒരു പരാതി കൊടുത്തൂടെ? ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. മോളൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. മോള് മാത്രമല്ല, ഞങ്ങളൊരു 10-40 പേര് ഒപ്പിട്ടിട്ടുണ്ട്. ഇതാ. ഈ റിപ്പോർട്ട് ഞാനും വായിച്ചതാണ്. ഈ കുമാരന് ഈ സ്റ്റേഷനിൽ നിന്ന് തന്നെ പല സമൻസും പോയിട്ടുണ്ട്. നാട് നന്നാക്കാൻ കണ്ടേനും കാണാത്തേനും ഒക്കെ സാക്ഷി പറയാൻ പോയാൽ ഒടുക്ക എങ്ങനെ വല്ല ലോറി മുട്ടി ചത്തന്നിരിക്കും. ഈ തുണ്ട് കടലാസിൽ ഞാനൊരു ഒപ്പിട്ടാൽ ആത്മാവ് ഷർട്ട് മുണ്ടിട്ട് തിരിച്ചു വരുള്ളൂ. ക്ഷമിക്കണം, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒരു സാധാരണ പുഴുവൊന്നുമല്ല മനുഷ്യൻ. അല്പം കഴിവുള്ളത് കൊണ്ട് തന്നെ ആരോ വളരെ ഭംഗിയായി ആ പാവത്തിനെ തട്ടിയത്. ഞാൻ കുറച്ച് ദിവസം ലീവിൽ വന്ന ഒരാളാണ്. വഴിയിൽ അയാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കണ്ടു. ആശുപത്രിയിലാക്കി. 5-6 പേർ ചേർന്ന് അടിച്ചു വീഴ്ത്തിയതാണെന്ന് ഡോക്ടർ അപ്പോഴേ പറഞ്ഞു. പിന്നെ വാർഡിൽ കിടക്കുന്ന സമയത്ത് ലോറിയൊന്നും വന്ന് തട്ടിയതായിട്ട് അറിവില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. പരിക്കേറ്റ് കിടന്ന ഒരാളെ ഹോസ്പിറ്റലാക്കിയാൽ അത് ഇവിടെ വന്ന് പറയുന്നത് തനിക്ക് അറിഞ്ഞുകൊള്ളൂ. തല്ലി വീഴ്ത്തിയ തനിക്ക് തന്നെ അയാളെ ഹോസ്പിറ്റലാക്കിക്കൂടെ? ആർക്കും ഒരു അനക്കമില്ലാതിരിക്കുമ്പോ ഒരു കടലാസും കുത്തിക്കെട്ടി ഷൈൻ ചെയ്യാൻ വന്നാലുണ്ടല്ലോ, താനൊക്കെ ലീവ് കഴിയുന്നതിന് മുമ്പ് അകത്ത് കിടക്കും. ഇത് കൊലപാതകം എന്ന് പറയാൻ താൻ ആര് CBI യോ? മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാൻ യൂണിഫോമിലായിരുന്നു വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നേനെ. മൈൻഡ് ഇറ്റ്. എന്നെ അകത്തിടുമെന്നൊക്കെ പറയുന്നത് വെറും മോഹമാണ്. മോഹിക്കുന്നതൊക്കെ നടക്കണമെന്നുണ്ടോ? ഐ എം എ സോൾജിയർ വിത്ത് എ റെസ്പെക്റ്റഡ് റാങ്ക്. യു നോ ദാറ്റ്. എന്നെ കസ്റ്റഡിയിൽ എടുക്കാനും തടവിൽ വെക്കാനും ഞങ്ങളുടെ പോലീസുണ്ട്. അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ദാറ്റ് ഈസ് സർവീസ് ആൻഡ് ദാറ്റ് ഈസ് എ ഡിഫറൻസ്. മനസ്സിലായോ? എന്തെങ്കിലും അധികാരം ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ, ആ അധികാരത്തിന് വല്ല മഹത്വവും കാണുന്നെങ്കിൽ നിങ്ങൾക്കത് ഫയൽ ചെയ്യാം. എനിക്ക് പോകാൻ വേറെ വാതിലുകളുണ്ട്. എനിക്ക് വേണ്ടി അന്വേഷിക്കാൻ എന്നേക്കാൾ ഉയർന്ന റാങ്കുള്ള ആണുങ്ങളുമുണ്ട്. നൗ യു ക്യാൻ സിറ്റ്. ഈ കടപ്പുറത്ത് ഒളിവാള് കളിക്കണത് തെരയില് തോണി ഇറക്കണത് ഒരുപോലെ. കാലിന് ഒരു പിടുത്തവും കിട്ടൂല. എത്ര പോയി കിട്ടി? 50 പോയടാ. ഒരു 50 കൂടെ പോയി കിട്ടുമ്പോ 100 ആവും. ഒരു ഫുൾ ഫിഗർ ആവും. ക്യാറ്റാ നിന്നെ എടാ ക്യാപ്റ്റാ, ഞാൻ പോവാ. വാ. പോണം. ഞാൻ വരുന്നില്ല. കഴുത